ഇനി ജീവിച്ചിരുന്നാ പോലും കഴിക്കാൻ പോകൂല. നമുക്ക് നമ്മുടെ നാട്ടിലെ മീൻ പിടുത്തോ ഇതായിട്ട് പോവാ. അതും ആദ്യം ഞാൻ ഇതുവരെ അങ്ങനെയാണ് പോയത്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ. സ്രാവിനെയും തരണ്ടിനും നമ്മുടെ നാട്ടിൽ പിടിക്കലിപ്പില്ല. ഈ പണിക്ക് മലയാളികൾ പോക്കില്ല. ഇപ്പൊ തമിഴന്മാര് മാത്രം അണ്ണന്മാര് മാത്രം ഈ പണി 30 ദിവസവും 15 ദിവസവും ഒക്കെ കടലിൽ കോളൊക്കെ വന്നാലും ഇവര് പോണത്. അപ്പൊ അതുകൊണ്ട് വെറൈറ്റി ആയിക്കോട്ടെ. പിന്നെ കുറച്ച് നാൾ കരയിൽ അടിച്ചു പൊളിച്ച് നടക്കാല്ല. ഇടക്കിടക്ക് ഇങ്ങനെ കാണാനൊക്കെ വരാ. അന്നോർത്ത് 30 ദിവസം കഷ്ടപ്പെട്ടാലെന്താണ് ബാക്കി ദിവസം കുറെ വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ പോയി വരാലാന്ന് ഓർത്താണ് ഞാൻ ഈ പണിക്ക് ഇറങ്ങിയത്. ഞാൻ പോണേന് മുമ്പ് ഞാൻ പറഞ്ഞാണ്, അച്ഛൻ പറഞ്ഞാണ്, വെല്ലിച്ചൻ പറഞ്ഞു പറയാതെ കേൾക്കാതെ പോയതാണ്. പോയി ഇപ്പൊ ജീവൻ കിട്ടി. എന്ത് പഠിച്ച് ഇനി മുതിർന്നവർ അനുസരിക്കും. അതുപോലെ തന്നെ അറിയാത്ത സ്ഥലത്തോട്ടൊക്കെ ഒന്നും പരിചയ സ്ഥലത്തോട്ട് പോകൂല. പാടമായി നല്ലൊരു അനുഭവമായി. ഇനി നിൽക്കൂല. പക്ഷെ അവരുടെ എല്ലാവരോടും ഞാൻ ഒരു ദിവസം പോലെ കടലിൽ കിടന്നുറങ്ങി ഒരു ബോട്ടിൽ ഫിഷിങ്ങിന് പോയിട്ടില്ല. അത് പല വീഡിയോയിലും ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയ ആളുടെ. അപ്പൊ എനിക്ക് മനസ്സിലായ ആള് ഫേക്കാണ്. ജെന്യൂനായിട്ടൊരു കടലിൽ പോകുന്ന ഒരാളല്ല. അവിടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളും നമ്മളെ കുറെ മോഹിപ്പിച്ചിട്ട് നമ്മൾ കുറെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൊരു കൈ നീട്ടി കാണിച്ചപ്പോൾ ഇവ മോഹൻ തിരിച്ചാണുള്ള ചേട്ടനുണ്ട്. ചേട്ടനെ കൊണ്ടുപോയി. ചേട്ടൻ 2 മില്യൺ വ്യൂസാണ് ചാളയുടെ ഫിഷിങ്. ചേട്ടൻ ഇതുവരെ വളർത്തി കൊണ്ടുപോയിട്ടില്ല. ചേട്ടൻ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. 10 മാറിൽ ചാള വന്ന് അടിച്ചു വീഡിയോ പിടിച്ചു പുള്ളി ഇട്ടു. 2 മില്യൺ വരെ പുള്ളിക്ക് കയറി. അപ്പം അത് നമുക്ക് ആർക്കും കൊണ്ടേ കാണിക്കാം. പക്ഷേ ആഴക്കടലിലോട്ട് പോയി കഴിഞ്ഞാൽ നടക്കൂല. അവിടെ നമ്മ കുഴയും. ഈ കടലിൽ പണിക്ക് പോകത്തും കടലിനായിട്ടൊരു ബന്ധമില്ലാത്ത ഒരാൾ ഇപ്പം കടലിനടുത്ത് കിടക്കണമെന്ന് പറഞ്ഞാൽ പോലും ഒരു കാര്യമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറും. അവിടെയാണ് മച്ചാൻ്റെ ആ ഒരു കള്ളത്തരം ഞാൻ പിടിച്ചു. ഞാൻ അതിനെക്കുറിച്ച് വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തു. ആദ്യം മച്ചാനെ